പ്രശ്നമുണ്ട്, ബംഗാളിയാണോ ബംഗ്ലാദേശിയാണോ എന്ന് പറഞ്ഞ ചോദ്യം, അതിനെ ചൊല്ലിയുള്ള ഈ പരിഹാസങ്ങൾ, മാറ്റി നിർത്തലുകൾ ഫൈനലി അവരെ നമ്മൾ അടിച്ചു കൊല്ലാനും തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ഈ ഹെയ്റ്റ് കാര്യമായിട്ട് നമ്മളെ പിടികൂടിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? നിഷാദ്, ഞാനിതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആയ എന്റെ വോയിസ് എക്കോ ആവുന്നുണ്ട്. ഞാനിതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ് നിഷാദ് കാണുന്നത്. അല്ലാതെ ഇതിലൊരു ഐഡിയോളജിയെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞ പോലെ മധുവിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കേരളത്തിൽ നടന്നിട്ടുള്ള മോബ് ലിഞ്ചിങ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ ജോൺ വാൾജോന്റെ ഒക്കെ കഥകളാണ് ഓർമ്മ വരുന്നത്. അപ്പം ആ രീതിയിലുള്ള ഐഡിയോളജിയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ട്രീം ഐഡിയോളജിയാണോ? എല്ലാ രീതിയിലുള്ള ഐഡിയോളജിക്കൽ എക്സ്ട്രീമിസവും നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ്. ഞാൻ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ചൂണ്ടിക്കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ മധുവിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര തവണ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറിയിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ 2018, 2019 ആ ഒരു കാലഘട്ടത്തിൽ പി ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു SSP വരുന്നു. അദ്ദേഹത്തിനെ പിന്നെ എന്താ പറയാ, അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നു. പക്ഷേ ഫീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെ പേയ്മെന്റ് ഇഷ്യൂസിന്റെ ഡിസ്പ്യൂട്ട് വന്നുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ നെഗ്ലക്ട് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതുകൊണ്ട് പ്രോസിക്യൂട്ടർ മാറുന്നു. പിന്നെ അടുത്ത പ്രോസിക്യൂട്ടർ വരുന്നു ഫേസ് 2 2019 മുതൽ 22 വരെ. അദ്ദേഹം എന്തെങ്കിലും ഹെൽത്ത് റീസൺസ് പറഞ്ഞിട്ട് അദ്ദേഹം മാറുകയായിരുന്നു. പിന്നെ ഉള്ളത് മധുവിന്റെ അമ്മയുടെ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്, അതായത് അവർക്ക് വളരെ സോഫ്റ്റ് ആണ്, അക്യൂസിന്റെ കാര്യത്തിൽ വളരെ സോഫ്റ്റ് ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മധുവിന്റെ അമ്മ നേരിട്ട് പ്രൊട്ടസ്റ്റിന് വരുന്നു. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയേഴ്സ് ഇങ്ങനത്തെ കേസസിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ ജാർഖണ്ഡില് തബ്രേസ് അൻസാരി കൊല്ലപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയും നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഇവിടെ മധു കൊല്ലപ്പെട്ട് 1 വർഷം കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു പ്രമേയം പാസ്സാക്കുന്നത്. ഈ പ്രമേയം പാസ്സാക്കുന്നതിന്റെ ഏതാനും കുറച്ച് സമയം മുമ്പാണ് മാണിക് റോയ് കൊല്ലപ്പെട്ടത്, കോഴിയെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊന്നത്. രാജേഷ് മാഞ്ചിയെ അത് കഴിഞ്ഞിട്ടാണ് 2023 കൊല്ലുന്നത്. ജയസിദ്ധാർത്ഥനെ 2024 കൊല്ലുന്നത്. ഇപ്പൊ രാംനാരായൺ ഭാഗ്യൽ മരിച്ചിട്ടുണ്ട് 2025. അപ്പൊ നിങ്ങൾ ഇതിന് ഏതെങ്കിലും ഒരു ഐഡിയോളജിക്ക് ചാർത്തി കൊടുത്ത് ഇവരെങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയേഴ്സിന് രക്ഷപ്പെടാൻ വേണ്ടി അനുവദിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേരളത്തിലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ഉത്തരേന്ത്യയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ മോബ് ലിഞ്ചിങ്ങിന്റെ കൾച്ചർ ഇപ്പം തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഈ RSS പ്രചരിപ്പിച്ചു വിടുന്ന ഒരു കാര്യമല്ല. കേരളാഞ്ചി മസാക്കർ, ഈ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലെ അന്ന് അപ്പർ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ, ഈ എന്താ പറയാ, ബോട്ട് മാങ്കെ എന്ന് പറഞ്ഞ ദലിത് കുടുംബത്തിലെ ആളുകളെ വസ്ത്രം ഉരിഞ്ഞിട്ട് പരേഡ് ചെയ്യിച്ച് തല്ലിക്കൊന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് NCP കോalitionാണ് ഭരിക്കുന്നത്. ഹരിയാനയിൽ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഭരിക്കുന്ന സമയത്ത് വാൽമീകി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കത്തിച്ചു കൊന്ന സംഭവങ്ങളുണ്ട്. എത്രയോ അങ്ങനെ എന്താ പറയാ, മിർച്ച്പൂർ ദലിത് കില്ലിങ്സ് എത്രത്തോളം നമ്മൾ എന്താ പറയാ പേടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു ഇതൊക്കെ. ഈ പറഞ്ഞ ആസാമില് ഒരു കുട്ടിയെ, ജാങ്കർ സൈക്കിയ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ, സ്റ്റുഡന്റിനെ അച്ഛന്റെ മുന്നിൽ വെച്ചിട്ട് തല്ലിക്കൊന്നു. ഈ പറഞ്ഞ ബ്രൂട്ടാലിറ്റി നമ്മൾ എത്രയോ കണ്ടതാണ്. 2012 ഐഡിയോളജിക്കൽ സംഗതി നമ്മൾ സീരിയസ് ആയി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളും ഉണ്ട് അതിനകത്ത്. നിതിൻ കാണിച്ചേരി അല്ല, ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നാഷണൽ ക്രൈം റെക്കോർഡ്സിന്റെ കണക്ക് പ്രകാരം 2004 2012 ഇടയിൽ 1500 2000 സ്ത്രീകളെ വിച്ച് ക്രാഫ്റ്റ് ആരോപിച്ച് തല്ലിക്കൊന്നിട്ടുണ്ട്, കത്തിച്ചു കൊന്നിട്ടുണ്ട്. അങ്ങനത്തെ കേസുകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ബ്രൂട്ടാലിറ്റി നമ്മൾ ആൾക്കൂട്ടക്കൊല രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതിനു ശേഷമാണല്ലോ BNS ഈ മാറ്റം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ആ വകുപ്പ് കൊണ്ടുവരേണ്ട കാര്യം പോലും ഇല്ല. ആ വകുപ്പ് ഇടണം എന്ന് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം, CPMന്റെ അഭിപ്രായം? തീർച്ചയായും അത് പോലീസ് അന്വേഷണം നടത്തി ആ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചേർക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് വളരെ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അല്ലെങ്കിൽ ഇതിനോടൊക്കെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, അവിടെ വന്നിട്ടുള്ള ദൃക്സാക്ഷികളുടെ എല്ലാം മൊഴികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു RSSന്റെ അല്ലെങ്കിൽ RSS കഴിഞ്ഞ കുറേ കാലമായി, കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി ഇന്ത്യയിൽ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു RSSന്റെ ഒരു സമീപനമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒരു വിദ്വേഷ രാഷ്ട്രീയമാണ്. അത് ഇസ്ലാം മതത്തിനെതിരായി, ദളിതുകൾക്കെതിരായി, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക്, അവിടെ നിന്നുള്ള ആളുകൾക്കൊക്കെ എതിരായി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ വിദ്വേഷ രാഷ്ട്രീയം ഏതാണ്ടൊരു ഭ്രാന്തമായി തലയ്ക്ക് പിടിച്ചിട്ടാണ് RSSന്റെ BJPയുടെ അണികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ പോലും, ഇപ്പോൾ വലത് നിരീക്ഷകൻ എന്ന മേലങ്കി അണിഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്നത് RSS എന്ന് പറയാൻ അല്ലെങ്കിൽ അതിന് ഇപ്പം പാകമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവരുൾപ്പെടെ ഒരു ആധിപത്യം നേടുന്ന സ്ഥിതിയിലേക്ക് വന്നാൽ
ഇവരായിരിക്കും ആദ്യത്തെ ഈ വംശീയ വിദ്വേഷത്തിൻ്റെ പ്രചാരകരും കുന്തമനകളുമായി മാറുന്നത് എന്ന് എത്രയോ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളതാണ്. കേരളത്തിൽ അത് ആവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും വംശീയത എന്ന വാക്കുകൊണ്ട് തന്നെ, വംശീയ ആക്രമണം എന്ന വാക്കുകൊണ്ട് തന്നെ നേരിടാനും പ്രതിരോധിക്കാനും കേരളത്തിനും കേരളത്തിന്റെ സർക്കാരിനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം.